ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, വലിയ ആഴ്ചയുടെ പകുതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈ ദിവസത്തിന് സ്പൈ വെനസ്ഡേ എന്നു പേരുണ്ട്. കാരണം ഈശോയുടെ കൂടെ നടന്നിട്ടും യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ ഗാഢമായി ചിന്തിച്ചത് ഈ ദിവസമായിരുന്നു. ഒരു വശത്ത് ചതിയുടെ ഇരുട്ടും മറുവശത്ത് പരിമള തൈലം പൂശിയ സ്നേഹത്തിൻ്റെ സുഗന്ധവും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരിക്കൽ ഒരു ശില്പി അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു. ഈശോയുടെ മുഖം വരയ്ക്കുവാൻ ശാന്തതയും പ്രകാശവുമുള്ള ഒരു യുവാവിനെ അദ്ദേഹം കണ്ടെത്തി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യൂദാസിൻ്റെ മുഖം വരയ്ക്കുവാൻ ക്രൂരതയും വിഷാദവുമുള്ള ഒരാളെ തിരഞ്ഞപ്പോൾ അദ്ദേഹം ഒരാളെ കണ്ടെത്തി. ചിത്രം വര പൂർത്തിയായപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ പടം വരയ്ക്കുവാൻ എന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖമായിരുന്നിട്ടും തൻ്റെ തെറ്റായ ചിന്തകൾ കൊണ്ട് യൂദാസിൻ്റെ മുഖമായി മാറി. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ അതോ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഈശോയെ ഒറ്റിക്കൊടുക്കുന്നുണ്ടോ എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസ്തോസ്തോ യൂദാസിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: യൂദാസ് ഈശോയുടെ അരികിലായിരിക്കുമ്പോൾ മനസ്സ് പണത്തിൻ്റെ അരികിലായിരിക്കുമെന്ന്. ശരീരം കൊണ്ട് പള്ളിയിലായിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് അപകടകരമാണെന്ന് ഈ ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 14-15 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയാത്ത പ്രധാന പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു: ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അപ്പോൾ അവനോട് പറഞ്ഞു, 30 വെള്ളിക്കാശ് വാഗ്ദാനം ചെയ്തു. നമ്മുടെ ചില സ്വാർത്ഥതകൾക്ക് വേണ്ടി നമ്മൾ സത്യത്തെയും നന്മയെയും ഒറ്റിക്കൊടുക്കുമ്പോൾ ആ 30 വെള്ളിക്കാശിന് പിന്നാലെ നമ്മളും പോവുകയാണ്. പ്രിയ കുട്ടികളെ, കൂട്ടുകാരെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നതും പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതും മാതാപിതാക്കളോട് കള്ളത്തരം പറയുന്നതുമൊക്കെ ഒരുതരം ഒറ്റിക്കൊടുക്കലാണ്. നമ്മുടെ കൂടെയുള്ള ഈശോയെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പകരം ബെഥാനിയായിലെ മറിയത്തെപ്പോലെ പ്രാർത്ഥനയാകുന്ന സുഗന്ധ തൈലം ഈശോയ്ക്ക് കൊടുക്കുന്ന നല്ല മക്കളാകാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യൂദാസ് ഒറ്റ ദിവസം കൊണ്ട് ചതിയനായി തീർന്നവനല്ല. അവൻ്റെ ഉള്ളിലെ ചെറിയ ലോഭങ്ങളും അസംതൃപ്തികളുമാണ് അവനെ ഇങ്ങനെ എത്തിച്ചത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലികളും പ്രാർത്ഥനകളും ആത്മാർത്ഥതയാണോ എന്ന് പരിശോധിക്കുവാൻ ഈ ബുധനാഴ്ച നമ്മെ വിളിക്കുന്നു. ഈ പെസഹ ബുധനാഴ്ച ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ അനുവദിക്കരുതേ. നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സുഗന്ധമായ ഒരു ബലിയായി മാറട്ടെ. താങ്ക് യു.